പറവൂർ വടക്കേക്കര പാല്യത്തുരുത്ത് ശ്രീനാരായണ സേവിക ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാമിനി അമൃതമാതയുടെ 15ാമത് സമാധി ദിനാചരണവും ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷവും നടത്തി. VSPM ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ PV സുരാജ് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം SNDP പറവൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ബ്രഹ്മശ്രീ ധർമ്മചൈതന്യ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും NM പിയേഴ്സൺ മുഖ്യപ്രഭാഷണവും നടത്തി. കൃഷ്ണമണി, സ്വാമിനി ശാരദപ്രിയമാത, സ്വാമിനി ആത്മപ്രിയമാത എന്നിവർ സ്വാമിനി അമൃതമാതയെ അനുസ്മരിച്ചു. ട്രസ്റ്റ് ട്രഷറർ KS ശ്രീകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് VV സ്വാമിനാഥൻ നന്ദിയും രേഖപ്പെടുത്തി. ഈ ആശ്രമങ്ങളുടെ കൂടുതൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഭക്തന്മാരായി ഡിവോട്ടീസായിട്ട് ഇവിടെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന മുഴുവൻ ആൾക്കാർക്കും ജഗദീശ്വരനായ ശ്രീനാരായണ ഗുരുദേവന്റെയും അമൃതമാതയുടെയും അനുഗ്രഹം അവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മഹാചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, മതങ്ങൾ നല്ലതാണ്. ചിലർ പറയുന്നത് ശ്രീനാരായണ ഗുരു മതത്തിൽ അല്ലെങ്കിൽ മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല, തെറ്റാണ്. ഗുരു എന്താ പറഞ്ഞത്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതിനർത്ഥം മതം വേണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ. അതാണ് ഒന്നാമത് നടന്ന ഒരു മതസമ്മേളനം എന്ന് പറയുന്നത്. രണ്ടാമതായി ലോകത്ത് നടന്ന ഒരു സമ്മേളനം എന്ന് പറയുന്നത് അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു ചേർത്ത സമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനം എപ്രകാരമായിരിക്കണം നടത്തേണ്ടത്, എന്താണ് ആ സമ്മേളനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ട നയം എന്നതിനെ സംബന്ധിച്ച് ഗുരു ഒരു സന്ദേശം അവിടെ ആദ്യം തന്നെ വലിയ അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിരുന്നു. സമ്മേളനത്തെ കുറിച്ചുള്ള വളരെ പ്രൗഢമായ ഒരു പ്രസംഗമാണ് നമ്മളിപ്പോൾ ശ്രമിച്ചത്. ബ്രഹ്മശ്രീ ധർമ്മചൈതന്യ സ്വാമികൾ സർവമത സമ്മേളനത്തിൻ്റെ പ്രസക്തി ഇന്ന് എത്രമാത്രമാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. അമൃതമാത അനുസ്മരണം, അതാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം. അമൃതമാത അനുസ്മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെ ഏറ്റവും അടുത്ത്, നമ്മുടെ ഹൃദയത്തില് ഏറ്റവും അടുത്ത്, എനിക്ക് പറയുവാണെങ്കിൽ എൻ്റെ ഗുരു വഴികാട്ടി ഈ ഒരു പാതയിലേക്ക് വരാൻ ഉള്ള ഏറ്റവും വലിയൊരു പ്രേരണ നമ്മളെല്ലാം സ്വന്തം അനിയമച്ചി സുശീല. ഈ യോഗം നിശ്ചയമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള സ്വാമിയും പിയേഴ്സൺ മാസ്റ്റർ, SNDP യൂണിയൻ സെക്രട്ടറി, നമ്മുടെ ട്രസ്റ്റിന്റെ പ്രധാനമായ സ്വാമിയും സുരാജ് സാറ്, ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരന്മാർക്കും സ്വാമിയെ സ്നേഹിച്ചുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും എൻ്റെ പേരിൽ ഈ സ്ഥാനത്തിന് ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.